ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആയിട്ടാണ് സാർ വന്നിട്ടുള്ളത്. ഇവിടെ നോക്കടാ, ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ആദ്യം തന്നെ ഒരു സർക്കിൾ ഉണ്ട്, ആ സർക്കിളിന്റെ പുറത്ത് കൂടി ഒരു ട്രയാങ്കിൾ പോകുന്നുണ്ട്, അങ്ങനെ എന്തൊക്കെ ഡീറ്റെയിൽസ് എവിടെ തട്ടിയെന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. യെസ്, ഇതിൽ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് ഒ ക്യൂ ബി, ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണെന്നാണ് ചോദിച്ചത്. ആംഗിൾ ഒ ക്യൂ ബി എത്ര ഡിഗ്രി ആയിരിക്കടാ? 90 ഡിഗ്രി ആയിരിക്കൂലേ? കാരണം നമ്മൾ പഠിച്ചതാണ് ഒരു സർക്കിളിന്റെ റേഡിയസും ടാൻജന്റും തമ്മിൽ, തൊടുവരയും ആരവും തമ്മിൽ എപ്പോഴും ലംബമായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. യെസ്, സോ നമുക്ക് കിട്ടി ഇവിടെയുള്ള ആംഗിൾ 90 ഡിഗ്രി. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇനി ഈ പി ഒ ക്യൂ ബി എടെ POQB ഈ കോഡിലേറ്റർ സൈക്ലിക് ആണോ എന്നാ ചോദിച്ചത്. സൈക്ലിക് ആവണമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് എന്താവണം? ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. യെസ്, കിട്ടുന്നുണ്ട് സാർ. ഇതാ അവിടെ നോക്കി, ഈ ആംഗിളും 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ 90, ഇവിടെയും 90. ബാക്കി ഈ രണ്ട് ആംഗിൾ കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ കോർഡിലേറ്റർ ആണെങ്കിൽ 180 ഡിഗ്രി കിട്ടണ്ടേ? സോ ഇറ്റ് ഈസ് എ സൈക്ലിക് കോർഡിലേറ്റർ എന്ന് പറയാം. നെക്സ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് ആംഗിൾ ബി 50 ഡിഗ്രിയാണ്. ഇതാ ഇവിടെ 50 ഡിഗ്രി ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഒ എത്രയായിരിക്കും? എടാ, ഇത് രണ്ട് സൈക്ലിക് കോർഡിലേറ്റർ ആണെങ്കിൽ ഇത് കൂട്ടിയാൽ 180 കിട്ടണ്ടേ? അപ്പോൾ ഇവിടെ 50 ആണ്, ഇവിടെ ഇവിടെ വരുന്ന ആൻസർ എന്താണെന്ന് പെട്ടെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം.